മാംസാഹാരമെന്നാൽ ഒരു ശരാശരി മലയാളിക്ക് അത് കോഴിയിറച്ചിയും കാളയിറച്ചിയുമാണ്. എന്നാൽ ഇന്ന് ആഘോഷവേളകളിൽ തീന്മേശയെ അലങ്കരിക്കുന്നത് കോഴിയിറച്ചി തന്നെയാണ്. മാംസം ഭക്ഷിക്കുന്നവരിൽ ഇന്ത്യയിൽ തന്നെ മലയാളികൾ മുന്നിട്ട് നിൽക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ കോഴിയിറച്ചിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കൊഴുപ്പ് കുറവായതുകൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകും എന്ന ഭീതിയുമില്ല. പാക്ക് ചെയ്ത് കോഴിയിറച്ചി ലഭ്യമാക്കാൻ തുടങ്ങിയതോടെ അറവുശാലകളിൽ നിന്നും ആധുനിക സൗകര്യങ്ങളുള്ള സംസ്കരണശാലകളിലേക്ക് അവ കൂടുമാറി. ഈ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള പൌൾട്രി ഡെവലപ്മെന്റ് കൌൺസിൽ എന്ന KPDC. 2012 ആദ്യവാരത്തിൽ കേരള സംസ്ഥാനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ചെറുകിട കോഴി കർഷകരുടെ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ആശയം വരികയും ആ സംഘടന ഓൾ കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിൽ ഒരു യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ 14 ജില്ലയിലും പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ചെറുകിട കോഴി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കോഴി ന്യായമായ വിലയ്ക്ക് അവർക്ക് വിൽക്കാനും അത് ഇടത്തട്ടുകാരനെ ഒഴിവാക്കി ഒരു മാർക്കറ്റിംഗ് സംവിധാനം രൂപപ്പെടുത്തണമെന്ന ആശയത്തിൻ്റെ ഭാഗമായി 2013 ഡിസംബർ 31 കണ്ണൂർ ആസ്ഥാനമായിക്കൊണ്ട് ഒരു സ്വാശ്രയ സംഘങ്ങളുടെ സംസ്ഥാന ഫെഡറേഷനായി കേരള പൗൾട്രി ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കപ്പെടുകയും 10 ജില്ലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് 10 ഡയറക്ട് ബോർഡ് അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും. ഇറച്ചിക്കോഴികളെ വളർത്തുന്ന കർഷകർക്ക് മാന്യമായ ലാഭവും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഇറച്ചിയും KPDC പ്രദാനം ചെയ്യുന്നു. നിരവധി ചെറുകിട കർഷകരുടെ കൂട്ടായ്മയാണ് KPDC. 7 കർഷകർ അടങ്ങിയതാണ് ഒരു സംഘം. ഇത്തരത്തിൽപ്പെട്ട 300ഓളം സംഘങ്ങൾ കേരളത്തിൽ KPDCക്ക് കീഴിലുണ്ട്. ഇവരുടെ കോഴി വളർത്തലിന് മേൽനോട്ടം വഹിക്കുന്നതും വേണ്ട സഹായങ്ങൾ നൽകുന്നതും KPDC തന്നെ. പൊതുജനങ്ങൾക്ക് ശുദ്ധമായ കോഴി, അതായത് സർക്കാർ നിശ്ചയിച്ച കേരളത്തിലെ ഫുഡ് സേഫ്റ്റി നിയമപ്രകാരം ശുദ്ധമായ ഇറച്ചി സംസ്കരിച്ച്, ഇന്ന് കേരളത്തിൽ സർക്കാർ രീതിയിലുള്ളൊരു സ്ഥാപനം ഒഴിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലെ ആദ്യ സംരംഭമാണ്. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ കോഴി വേസ്റ്റ് പൊതുജനങ്ങളെ പൊതു മാർക്കറ്റ് കളയുക എന്നത്. കേരള പൗൾട്രി ഡെവലപ്മെന്റ് കണ്ണൂർ ജില്ലാ ശുചിത്വ കമ്മീഷന് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അത് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ പ്ലാന്റുകളുള്ള എല്ലാ ജില്ലകളിലും ആ ജില്ലകളിലുള്ള കോഴി മാലിന്യങ്ങളെ സംസ്കരിച്ച് നല്ല ജൈവവളമാക്കി ജൈവ കർഷകർക്കും ജൈവോൽപ്പന്നം ഉൽപ്പാദിക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഒരു പുതിയ പ്രോജക്റ്റ് 2015 ജനുവരിയിൽ കേരള പൗൾട്രി ഡെവലപ്മെന്റ് മുന്നോട്ട് വെക്കുകയാണ്. KPDC 20 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാംസ സംസ്കരണശാല തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ സ്ഥിതി ചെയ്യുന്നു. സംസ്കരിച്ച് പാക്കറ്റുകളിലാക്കിയ കോഴിയിറച്ചി കേരള ചിക്കൻ എന്ന ബ്രാൻഡ് നാമത്തിൽ വിൽക്കപ്പെടുന്നു. വൃത്തിയുള്ള അന്തരീക്ഷം, കൃത്യമായി പരിപാലിക്കപ്പെടുന്ന ഉപകരണങ്ങൾ, പരിശീലനം സിദ്ധിച്ച തൊഴിലാളികൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഒരു മാംസ സംസ്കരണശാല നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. വൃത്തിയും കോഴി മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനവും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു. ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തെ പ്ലാന്റ് വളരെ വൃത്തിയായ രൂപത്തിലാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ ഉപയോഗിച്ച് പ്ലാന്റ് മൊത്തം ക്ലീൻ ചെയ്ത്, പ്ലാന്റും ഇതിൻ്റെ മെഷീനുകളും ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന കോഴികൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികളാണ്. അത് അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വളർന്ന കോഴികളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. എന്നാൽ ഞങ്ങളുടെ കേരള പൗൾട്രി ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ സംസ്കരണശാലയിൽ ഞങ്ങൾ സംസ്കരിക്കുന്ന കോഴികൾ ഞങ്ങളുടെ ചെറുകിട കർഷകർ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിയല്ലാതെ ഞങ്ങളുടെ സംസ്കരിക്കുന്നില്ല.
പലരും കോഴിക്കൃഷി നടത്താറുണ്ടെങ്കിലും സംസ്കരണ രംഗത്തേക്ക് അധികമാരും പ്രവേശിക്കാറില്ല. സംസ്കരിച്ച് പാക്കറ്റുകളിലാക്കുന്ന മാംസം അതിന്റെ ഗുണം ഒട്ടും കുറയാതെ തന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നത് തികച്ചും ശ്രമകരമായ ഒരു ജോലിയാണ്. ഭക്ഷ്യവിഷബാധ മാംസത്തിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നത് തന്നെ കാരണം. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർ ഇതേക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നേടിയിരിക്കണം. ഒരു കോഴിയിറച്ചി സംസ്കരണശാല തുടങ്ങുവാൻ ആദ്യം വേണ്ടത് അയൽവാസികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പ്രവർത്തനം ആരംഭിച്ച് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ്. അതിന് വേണ്ടത് ഖരമാലിന്യവും അല്ലെങ്കിൽ ദ്രവമാലിന്യവും, പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന സംസ്കരണശാലയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും ആദ്യം നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറിക്ക് സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രെയിനിങ് ഇല്ലാത്ത സ്റ്റാഫ് മെഷീനറി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി താഴെ പോകാൻ സാധ്യതയുണ്ട്. 3, ഇതിൽ വരുന്ന ഒരു നെഗറ്റീവ്, ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത വിലയാണ് ഇതിൻ്റെ മെഷീനറിക്ക് ആവുക. അതുകൊണ്ട് തന്നെയാണ് KPDC ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി ചെറുകിട കർഷകരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. മാംസത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വൃത്തിയും ശാസ്ത്രീയ സമീപനവുമുള്ള സംസ്കരണശാലകളുടെ പ്രാധാന്യവും വർദ്ധിച്ചു വരുന്നു. കോഴികളെ കൊല്ലുന്നതിന് മുൻപ് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അവയ്ക്ക് ആഹാരം നൽകുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോഴിയുടെ ശരീരത്തിലെ ഭക്ഷണം നന്നായി ദഹിക്കുകയും അതുവഴി രക്തചംക്രമണം കൃത്യമായി നടക്കുകയും ചെയ്യുന്നു. തന്മൂലം കോഴിയെ അറക്കുമ്പോൾ രക്തം വാർന്നു പോകുന്നതിന് സഹായകമാകുന്നു. കില്ലിംഗ് കോൺ എന്ന ഉപകരണമാണ് കോഴിയെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ 12 കോഴികളെ ഒരു തവണ വയ്ക്കാം. കോഴിയുടെ ശരീരത്തിലെ 60% രക്തവും ഈ ഉപകരണത്തിലൂടെ വാർന്നു പോകുന്നു. രക്തത്തിലൂടെയുള്ള അണുബാധ തടയാൻ ഇത് സഹായകമാകുന്നു. മാംസം ശുദ്ധമുള്ളതായും പുതുമയുള്ളതുമായി നിർത്താൻ ഈ പ്രക്രിയ സഹായിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ 2 തരത്തിൽപ്പെട്ട പ്രക്രിയകളാണ് നടക്കുന്നത്. തൊലി നീക്കാത്ത കോഴിയെ സ്കാൾഡിംഗ് ടാങ്കിലെ ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. -60°C വെള്ളത്തിൽ 2 മിനിറ്റോളം കോഴിയെ മുക്കുമ്പോൾ ശരീരം മൃദുവാകുന്നു. ഇതുമൂലം തൂവലുകൾ പെട്ടെന്ന് ഇളകി വരാൻ പാകത്തിലാകുന്നു. തുടർന്ന് ഡീവെതറിംഗ് മെഷീനിലേക്ക് മാറ്റുന്നതോടെ ശരീരത്തിൽ നിന്നും തൂവലുകൾ മാത്രം ഇളകി വരുന്നു. ഇറച്ചിക്ക് ചതവ് സംഭവിക്കുന്നില്ല. അറേബ്യൻ വിഭവങ്ങൾക്കാണ് തൊലി നീക്കാത്ത ഇറച്ചി പ്രധാനമായും ഉപയോഗിക്കുന്നത്. തൂവലുകൾ, തൊലി എന്നിവ കൈകൊണ്ട് പിഴുതെടുക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഈ 2 പ്രക്രിയയ്ക്കും വിധേയമായവയുടെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി സ്ക്രൂ ചില്ലർ എന്ന ഉപകരണത്തിലേക്ക് മാറ്റുന്നു. ഉപകരണത്തിനകത്ത് ഐസ് നിറച്ച് 2 മുതൽ 4°C വരെ താപനില നിലനിർത്തുന്നു. ഇറച്ചിയുടെ ഊഷ്മാവ് കുറയ്ക്കാൻ ഇത് സഹായകമാകുന്നു. തണുപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമായ ഇറച്ചി 5 മണിക്കൂർ വരെ സാധാരണ താപനിലയിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. കാരണം
ബാക്ടീരിയയുടെ പ്രവർത്തനം ഈ പ്രക്രിയയ്ക്ക് വിധേയമായ ഇറച്ചിയിൽ സംഭവിക്കുന്നില്ല. ചില്ലിംഗ് യൂണിറ്റിലെ ഓരോ അറകളും പിന്നിടുന്ന ഇറച്ചി 20 മിനിറ്റിന് ശേഷം യന്ത്രത്തിന്റെ പുറത്തെത്തുന്നു. കട്ടിംഗ് മെഷീനിൽ മാംസത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ് ഈ ഉപകരണത്തിനുള്ളത്. ഇത് അണുബാധയ്ക്ക് കാരണമാകുന്നില്ല. അറവുശാലകളിൽ മരമുട്ടിയിൽ വെച്ച് നിരവധി തവണ ഇറച്ചി വെട്ടിമുറിക്കുമ്പോൾ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇറച്ചി വെട്ടുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വിള്ളലുകളിലൂടെ രക്തം വാർന്നിറങ്ങി ഇത് ക്രമേണ അണുബാധയ്ക്ക് കാരണമാകും. വൈവിധ്യമാർന്നതാണ് പാക്കിംഗ് ഘട്ടം. ഇറച്ചിയുടെ വൈവിധ്യം നമുക്കിവിടെ കാണാം. കോഴിയുടെ കാൽ, കരൾ, എല്ലില്ലാത്ത ഇറച്ചി, കറിവെക്കാൻ മാത്രം ഉപയോഗിക്കുന്നവ എന്നിങ്ങനെ നീളുന്നു വൈവിധ്യങ്ങൾ. ഇത് ഫുൾ ചിക്കനാണ്. ചിലർക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത പീസ് വേണ്ട, ഫുള്ളായിട്ട് വേണം എന്ന ആവശ്യക്കാർക്ക് ഫുൾ ചിക്കൻ കൊടുക്കുന്നതാണ്. ഇത് കാല് മാത്രം, ഡ്രം സ്റ്റിക്ക്. ചിലർക്ക് കാല് മാത്രം ഫ്രൈക്കുമൊക്കെ കാല് മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഈ കാല് മാത്രമായിട്ട് കൊടുക്കുന്നു. ഇത് ചെസ്റ്റിൻ്റെ ബോൺലെസ്, എല്ലില്ലാത്ത ഇറച്ചി മീറ്റ് മാത്രമാണിത്. ഈ ചൈനീസ് ഡിഷിനൊക്കെ എല്ലില്ലാത്ത ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന എല്ലില്ലാത്ത വിഭവങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ. ഇത് ഷവർമ മീറ്റാണ്. ഇത് വിത്ത് സ്കിൻ, തൊലിയോടുകൂടെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണിത്. പിന്നെ ഷവർമ ചിക്കൻ എന്ന് പറയും. ഇത് നെക്കാണ്. ചിലർക്ക് കഴുത്ത് മാത്രം വേണമെന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് കഴുത്തിലെ മീറ്റ് ഉപയോഗിക്കാറുണ്ട്. കഴുത്ത് മാത്രമായിട്ട് കൊടുക്കുന്നത്. ഇത് കറി വയ്ക്കാനായിട്ട് മാത്രം, കറി പീസിനായിട്ട് കറി വയ്ക്കാൻ മാത്രം അതിൻ്റെ ഗിസാർഡും ലിവറും ഒക്കെ മാറ്റി, കഴുത്തും എല്ലാം മാറ്റി മീറ്റ് മാത്രം. ഇത് ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയും. ചിറകിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫ്രൈക്കൊക്കെ ഉപയോഗിക്കാനും പിന്നെ ചൈനീസ് ഡിഷിനൊക്കെ സ്റ്റാർട്ടറായിട്ടൊക്കെ ഹോട്ടൽസിനും പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ലോലിപോപ്പ് എന്നാണ് എൻ്റെ പേര്. ഇത് ലിവർ മാത്രം, കോഴിയുടെ ലിവർ മാത്രം. അത് ചിലർക്ക് ലിവർ മാത്രമായിട്ട് ഒരുപാട് അങ്ങനെ ഓർഡർ ചോദിക്കാറുണ്ട്, ലിവർ മാത്രമായിട്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗിസാർഡ്, ലിവർ പോലെ തന്നെ ഇത് അതിൻ്റെ ഗിസാർഡാണ്. ഇതും കൂടുതലായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത്രയുമാണ് കോഴിയുടെ റോ ആയിട്ട്, ഇറച്ചിയായിട്ട് കൊടുക്കുന്നത്. ഇതിനു പുറമെ എളുപ്പത്തിൽ പാചകം ചെയ്തെടുക്കാവുന്ന റെഡി ടു ഈറ്റ് വിഭവങ്ങളും പാക്ക് ചെയ്ത് കൊടുക്കപ്പെടുന്നു. ഇത് ചിക്കൻ റെഡി ടു ഫ്രൈ ആണ്. ഇതിൽ മസാല എല്ലാം പുരട്ടിയിട്ട് നമ്മൾ ഹോംലി ആയിട്ട് ചെയ്യുന്നതാണ്. മസാല എല്ലാം പുരട്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യണതാണ്. അത് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അത്രമാത്രം. ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഇഷ്ടക്കാരുണ്ട്. ചെറുതായിട്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഇതിന് നല്ല സെയിൽസ് ഉണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ്. ഇത് ചിക്കൻ കട്ട്ലറ്റാണ്. ഇതും റെഡി ടു ഫ്രൈ ആണ്. എല്ലാം ബാറ്ററിങ് എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. വേറെ ഒന്നും ചേരുന്നില്ല. വെറും ഹോംലി ആയിട്ട് വീട്ടിലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നതാണിത്. ഈ ചിക്കൻ മീറ്റ് റോൾ എന്ന് പറയും. ഈ റോളായിട്ട് ഇതിനകത്ത് ചിക്കൻ ഇത് ചെയ്ത് വെച്ചിട്ട് ഇതും റെഡി ടു ഫ്രൈ ആണ്. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, തുറന്നിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മുടെ സ്വന്തം ഇത് വെച്ച് ചെയ്യുന്നതല്ലാതെ വേറെ യാതൊരു വിധമായ ഇതും ചേരുന്നില്ല. ഇത് ചിക്കൻ സമോസയാണ്. ഇത് നമ്മൾ ഗോതമ്പ് മാവിലാണ് ചെയ്യുന്നത്, മൈദയിലല്ല. ഗോതമ്പ് മാവ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ട് ചിക്കൻ സമോസ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ റെഡി ടു ഈറ്റ് ബൈ പ്രോഡക്ട്സ്. സംസ്കരിക്കപ്പെട്ട ഇറച്ചി അതാത് ദിവസം തന്നെ വിൽപ്പന നടത്തുന്നതിനാൽ ഗുണമേന്മയിൽ മികവ് പുലർത്തുന്നു. സംസ്കരിക്കപ്പെട്ട ഇറച്ചി പാക്ക് ചെയ്യുന്നത് വരെയും ശീതീകരണയിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇത് ഗുണമേന്മ ഒന്നുകൂടി ഉറപ്പാക്കുന്നു. ചിക്കൻ ഉൽപ്പന്നങ്ങൾ സ്ഥാപനത്തിന്റെ ശീതീകരണ സൗകര്യമുള്ള വാഹനങ്ങളിലാണ് വിൽപ്പന നടത്തുന്നത്.
നഗരത്തിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കേറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവർ മുഖ്യ ഉപഭോക്താക്കളാണ്. ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനാൽ ആവശ്യക്കാരുടെ അഭിരുചികൾ അറിയാനും അതുവഴി ഉൽപ്പന്നങ്ങളിൽ വൈവിധ്യവൽക്കരണം നടത്താനും കഴിയുന്നു. ഇറച്ചിക്കോഴികളെ വളർത്തുക എന്നതിനപ്പുറം അവയുടെ മാംസം ശാസ്ത്രീയമായി സംസ്കരിച്ച് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിലൂടെ വളർന്നു വരുന്നത് പുതിയൊരു സംരംഭക സംസ്കാരമാണ്.